ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾക്കായി നമ്മൾ വീണ്ടും ഷിരൂരിലേക്ക് പോകുന്നു. അരുൺ പൂപ്പറമ്പ നമ്മുടെ വാർത്താ സംഘത്തിൻ്റെ മേധാവി അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അരുൺ, നമുക്കവിടെ നിന്ന് മറ്റെന്ത് വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്? കാര്യം ഈ രാത്രി പുലരുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തെരച്ചിൽ തുടരുമെന്നാണ് MK രാഘവൻ MP നമ്മോട് പറഞ്ഞത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ്? SK നമ്മളോടൊപ്പം ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള രഞ്ജിത്ത് തന്നെ ചേരുകയാണ്. മലയാളിയായിട്ടുള്ള രഞ്ജിത്ത് തന്നെ ചേരുകയാണ്. നിലവിലെ സാഹചര്യം എന്താണ്? ഈ റഡാർ സിഗ്നൽ ലഭിച്ചതെല്ലാം ഇപ്പോൾ മണ്ണ് നീക്കി കഴിഞ്ഞു. അവിടെ ഈ ലോറിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. ഇനി എന്തായിരിക്കും അടുത്തൊരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു രീതി എന്തായിരിക്കും? വേറെ ഈ വണ്ടിയുടെ GPS ട്രാക്ക് ലൊക്കേഷൻ ചെയ്യുന്ന സ്ഥലമുണ്ട്. നമ്മൾ ആ പോയിന്റ് തൊട്ട് ആ ചാറിട്ടിന് എൻ പോർഷൻ തൊട്ട് ഈ മണ്ണ് നീക്കി വരുന്നേ ഉള്ളൂ. ഈ മഴ കാരണം നീക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാണുന്നുള്ള മഴ കാരണം ഇടവിട്ട് പെയ്യുന്ന മഴ കാരണം വളരെ നീക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ പോയിന്റ് പിന്നെ ബിഗ് ബോൾഡേഴ്സ് പൊട്ടിക്കാനുണ്ട്. ഹെവി ബോൾഡേഴ്സ്, അതുപോലത്തെ വലിയ സ്റ്റോണുകൾ അത് പൊട്ടിക്കാൻ മെഷീൻ വന്നതേ ഉള്ളൂ. അത് പൊട്ടിച്ച് മാറ്റിയാൽ മാത്രമേ നമുക്ക് ബാക്കി ഇതിൻ്റെ അകത്ത് ഈ ട്രക്ക് വെള്ളത്തിലില്ല, ഈ ലാൻഡിലുണ്ടെന്ന് ഉറപ്പിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 ദിവസം ഈ ആഫ്റ്റർ ദ ഇൻസിഡൻറ്റ് 2 ദിവസം ഫോൺ റിങ് ചെയ്തായിരുന്നു. ഇപ്പം ഈ വാട്ടറിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ടാങ്കറിനൊക്കെ അതൊരു നേവി NDRF എല്ലാം അത് പൊക്കിയെടുത്തായിരുന്നത്. ഇന്നും നേവിയുടെ യൂണിറ്റും NDRF വാട്ടർ യൂണിറ്റും ഡീപ്പ് ആൻഡ് ക്ലീൻ സെർച്ച് അതിൻ്റെ അകത്ത് ഈ വാട്ടറിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഞാനും വാട്ടറിലോട്ട് പോയായിരുന്നു. അത് അവർ സോണാർ വെച്ച് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഡിയേഷൻ സിസ്റ്റം വെച്ച് റേഞ്ചിങ് സിസ്റ്റം വെച്ച് സൗണ്ട് നാവിഗേഷൻ റേഞ്ചിങ് സിസ്റ്റം വെച്ച് അരിച്ച് പെറുക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് കിട്ടും. നേരത്തെ ഉണ്ടായി അത് ഓൾറെഡി അവർക്ക് കിട്ടിയാനെ. അപ്പോൾ ഈ ലാൻഡിൽ തന്നെ കിടക്കാനുള്ള ഏറ്റവും വലിയ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ റിങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇനി റഡാർ പരിശോധന ആവശ്യമാണോ? ഈ ഒരു പറഞ്ഞിട്ടുണ്ട് ആർമി ചിലപ്പോൾ നാളെ റഡാർ എത്തിക്കുന്നുണ്ട്. നാളെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് റഡാർ എത്തുന്നതാണ് പറഞ്ഞത്. അത് കുറച്ചും കൂടെ കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. അത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പോസിബിൾ വൈസ് നോക്കുകയാണ്. ആർമിയിലെ മേജർ സാർ ബാക്കി നിൽക്കുന്ന NDRFന്റെ CEO സാർ ആക്കിക്കുന്ന എല്ലാവരും നമ്മൾ ജോയിന്റ് കോപ്പറേറ്റ് ചെയ്ത് ഇപ്പോഴും ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈന്യം ഇവിടെ എത്തിയ ശേഷം അവർക്ക് കൂടുതലായി അങ്ങ് തെരച്ചിലിൽ ഏർപ്പെടാൻ വേണ്ടി സാധിച്ചില്ല. കാരണം നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്താലേ അതിൽ പോസിബിൾ അതെ. ലാൻഡിൽ ഇപ്പൊ നമ്മൾ ആ സമയത്ത് വന്ന് എന്താണോ ഞങ്ങൾ ഐഡിയ ആ പദ്ധതി പ്രകാരം തന്നെയാണ് പോകുന്നത്. അത് ആ ഒരു പോസിബിൾ വേണം അവരും പറയുന്നത്. അതിന് മറ്റേ പറയുന്ന പോലെ വാട്ടറിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അന്ന് 6ാം ദിവസമാണ് വാട്ടറിൽ നിന്നത്. അതിന് മുമ്പ് തന്നെ കാരണം ഇവർ NDRFന്റെ ടോപ്പ് വാട്ടർ യൂണിറ്റ്സ് തന്നെ he check the valve and come and please he check the valve. No, come he also check the valve. he check നല്ലൊരു എക്സ്പെർട്ട് ആണ് പുള്ളി. സീൽ വരുന്ന അവരുടെ വാട്ടറിൽ പല ഇതിലും വാട്ടർ യൂണിറ്റ് വെച്ച് ബോട്ട് വെച്ച് കംപ്ലീറ്റ് ക്ലീൻ കട്ടായിട്ട് ഈ പുള്ളി. सर व्हाट इज द करेक्ट possibility सर हम बाद में करेंगे सर. ഓക്കെ SK ആ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നിലവിൽ ഈ നമ്മൾ ഈ റഡാർ ഉപയോഗിച്ച് സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന നടത്തി. ആ പരിശോധനയിൽ അതായത് ഈ തെരച്ചിൽ, അതായത് മണ്ണ് നീക്കിയുള്ള തെരച്ചിലാണ് നടത്തിയത്. അതിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി രഞ്ജിത്തിനോട് ഒന്ന് ചോദിക്കൂ. അതായത് ഇൻ കേസ് ഈ പുഴയിൽ അന്വേഷണം നടത്തേണ്ടി വന്നാൽ ഈ അന്വേഷണം എത്രമാത്രം ദുഷ്കരമായിരിക്കുമെന്നാണ് രഞ്ജിത്തിന്റെ അഭിപ്രായം? മാക്സിമം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർമി എത്തി 60% ആർമി CEO സാബായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ഐഡിയ തന്നെയാണ് അവർക്ക്. നമ്മുടെ ഈ ഐഡിയയിലോട്ട് ഒരു വിയോജിപ്പും ഇല്ല. ഈ പുഴയിൽ തെരച്ചിൽ നടത്തൽ എത്രത്തോളം ദുഷ്കരമാണ്? തെരച്ചിൽ ഈ എല്ലാ ഫസ്റ്റ് ഡേ തൊട്ട് 6th ഡേ നടത്തിക്കൊണ്ടിരിക്കുവല്ലേ. അത് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ വന്നത്. ഇപ്പം ഈ നേവിയുടെ സോണാറുണ്ട്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ആ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചാണ് ഇതിൽ ഈ ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ്. അവർ ബാക്കി NDRF വാട്ടർ യൂണിറ്റും ഇന്ന് ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോഴത്തേക്ക് അവിടെ സംതിങ് ഒരു മെറ്റൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനും CO സാബായിട്ട് പോയി. NDRF CO സാബായിട്ട് പോയപ്പോഴത്തേക്ക് ആ ഫൈൻഡ് ഔട്ട് ചെയ്തൊരു വുഡൻ ടൈപ്പ് സാധനമാണ്. അത് നമ്മൾ ഫൗണ്ട് ചെയ്ത് റിവർ ചെയ്യുന്നതാണ്. അത് ഈ ട്രക്കായിട്ട് യാതൊരു ബന്ധവും ഇല്ലത്. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഞാൻ ഇപ്പോഴും പറയുന്നത് ലാൻഡിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി, ആ 2 ദിവസം മൊബൈൽ റിങ് ചെയ്തു. ഇവിടുന്ന് പെട്ടെന്ന് എറോഷനിൽ പോയിരുന്നെങ്കിൽ ആ ഒരു അത്ര പ്രഷറിൽ പോകുമ്പോഴത്തേക്ക് വണ്ടി മറിയും, ചില്ലൊക്കെ പോട്ടും, നേരെ റിവറിലേക്ക് പോകും. ഇപ്പോൾ പരിശോധന നടത്തേണ്ടത് നമുക്ക് ദൃശ്യങ്ങളിൽ കൂടെ കാണിക്കാം. ഈ ഭാഗമല്ലേ ഇവിടെ ഒരു ചായക്കട ഒരു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ അകത്തോട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള 3ഓളം 2 ടാങ്കർ ലോറി ട്രക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിലുള്ളതും അതിന്റെ ഒരു പിക്ചർ ഇമേജ്. വലിയ കല്ലുകളാണല്ലോ ഇത്. കൂടുതൽ ബോൾഡർ പൊട്ടി, അതാണ് താമസിച്ചത്. ബോൾഡർ പൊട്ടിക്കാൻ ബോൾഡർ മെഷീൻ വന്ന ആള് കുറച്ച് മാറ്റി ബോൾഡർ പൊട്ടിച്ചുകൊണ്ട് ഇവിടെ എന്തായാലും ഒരു ഡീപ്പ് ഇവിടെ ഇത്രയും ക്ലീൻ ആയിട്ട് സെർച്ച് നിർത്തും. ഈ ലാൻഡിൽ തന്നെ നല്ലൊരു ക്ലീൻ സെർച്ച് നടത്തും. ഈ ഭാഗം കൂടി പൂർണ്ണമായും സെർച്ച് നടത്തേണ്ടതുണ്ട്. GPS ലൊക്കേഷൻ വരെ ആ ബെൻസ് ലോറി കാണിച്ച് GPS ലൊക്കേഷൻ ഉണ്ടല്ലോ. ആ ബെൻസ്
ഭാരത് ബെൻസിൻ്റെ ആ GPS ലൊക്കേഷൻ വരെ നമ്മൾ കാണിച്ചത് പോവുകയാണ്. നമ്മളൊരു GPS ലൊക്കേഷൻ നമ്മുടെ കുറച്ച് അവിടെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ നോക്കി എല്ലായിടത്തും നമുക്ക് അത് നോക്കിയേ പറ്റുള്ളൂ. നമുക്ക് ചെറിയൊരു അതിൻ്റെ അകത്തൊരു കാണിക്കും നമുക്ക് നോക്കിയേ പറ്റുള്ളൂ. നമ്മൾ നാളെ ഒരു ദുഃഖിക്കേണ്ടി വരരുത്. കാരണം കിട്ടാത്തതുകൊണ്ട് എല്ലാം നമ്മൾ അത് കണക്കുള്ള സെർച്ചാണ് നടക്കുന്നത്. ഈ മഴയത്ത് കാണുന്നുള്ളൂ, മഴയുണ്ട്. ഇപ്പോൾ അവിടെ നമ്മൾ GPS ലൊക്കേഷൻ കിട്ടുന്നവരെ ക്ലിയർ കട്ടായിട്ട് സെർച്ച് ചെയ്യും. നിലവിൽ സൈന്യവും ഉൾപ്പെടെ നാളെ ഇവിടെ തീർച്ചയായിട്ടും ഇന്ത്യൻ ആർമി എത്തിയിട്ടുണ്ട്. വളരെ ധൈര്യം നമുക്ക് വളരെയധികം ഇതായി ഇന്ത്യൻ ആർമി കൂടെ ഉള്ളത്. NDRFൻ്റെ യൂണിറ്റ് ഉണ്ട്. വളരെയധികം NDRFൻ്റെ രവി സാറ് നമ്മളെപ്പോലെ തന്നെ അവരോട്ട് മഴയും കൊണ്ടങ്ങ് നിൽക്കുകയാണ്. കാരണം ഇതിൻ്റെ അപ്പുറം വശം നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കാണുന്ന വശമില്ല, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഭയങ്കര പ്രശ്നമുള്ള ഏരിയയാണ്. എപ്പോഴും ലൈൻ സൈഡ് ചെയ്യാം. അവിടെ നിന്നുകൊണ്ട് ഞാനും ഒരു കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു പുള്ളി, അദ്ദേഹം മലയാളിയും, പിന്നെ ഞാനും ഒരു NDRF CO സാബും, പിന്നെ നമ്മൾ ഇത്ര 4 പേര് നിന്നാണ് അത്ര ഒരു ഡേഞ്ചറസ് പ്ലേസിൽ നിന്നാണ് ഇപ്പോൾ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. SK നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ഭാഗം കൂടി ഇനി തെരച്ചിൽ നടത്താനുണ്ട് എന്നതാണ് രഞ്ജിത്ത് പറയുന്നത്. അതായത് അവർ ഈ ആർമി ഉദ്യോഗസ്ഥർ, ഈ കരസേന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ്. ഇനി നാളത്തെ തെരച്ചിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് NDRF അവർ യോജിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യമാണ്. അവർ ഏതറ്റം വരെയും, അതായത് ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ ലോറി ഉള്ളത് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അവരുള്ളത്. ഈ പുഴയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലും അവർ കാണുന്നില്ല. പുഴയിൽ തുടർച്ചയായി അവർ ഈ സോണാർ സിസ്റ്റം ഉൾപ്പെടെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിട്ടും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ഒരു തെരച്ചിൽ ദുഷ്കരമാകുക വലിയ റോക്കുകൾ, വലിയ കല്ലുകളാണ്. ഈ കല്ലുകൾ ഉൾപ്പെടെ ഈ പൊട്ടിച്ചു വേണം ഇത് മണ്ണ് നീക്കം ചെയ്താൽ മാത്രം പോരാ. അതിനു മുമ്പ് പ്രാഥമികമായി ഇവിടെ റഡാർ പരിശോധന കൂടി നടത്തും. അതിലൊരു മെറ്റൽ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടി റഡാർ പരിശോധന കൂടി നടത്തും. അത് സൈന്യത്തിന്റെ പക്കൽ കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള, കൂടുതൽ ആഴത്തിൽ വിസിബിൾ ചെയ്യാൻ പറ്റുന്ന റഡാർ സിസ്റ്റം ഉണ്ട്. അതുൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നാളെ റഡാർ പരിശോധന കൂടി നടത്തും. അതിനുശേഷം ഈ ഭാഗം കൂടി ക്ലിയർ ചെയ്താൽ മാത്രമേ ഈ മണ്ണിനടിയിൽ ലോറി ഇല്ല എന്ന് കൃത്യമായി അതങ്ങനെ സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ മന്ത്രി ഉൾപ്പെടെ ഇവിടെ സന്ദർശിച്ച് അതിനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇത്തരമൊരു സാധ്യത കൂടി ഇവർ നിലവിൽ ഈ ദൗത്യ സംഘത്തിൽ ഏർപ്പെട്ടവർ കാണുന്നുണ്ട്. അവർ സജീവമായി രാത്രിയും ഇവിടെയുണ്ട്. നിലവിൽ രാത്രി സമയത്തും അവർ ഇതിന്റെ ഈ രക്ഷാപ്രവർത്തനത്തിൽ തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. നിലവിൽ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ രാത്രി മഴ പെയ്യാനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാം. പക്ഷേ ഇന്നും നമുക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പങ്കുവെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആശങ്കാജനകവുമാണ്. SK അരുൺ ഭൂപറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അല്പം മുമ്പ് നമ്മോട് സംസാരിച്ചത് രഞ്ജിത്ത് ഇസ്രയേലാണ്. നിങ്ങൾക്കറിയുന്ന പോലെ രഞ്ജിത്ത് ഇന്ത്യ ദുരന്ത മേഖലയിൽ പെട്ടപ്പോഴൊക്കെ തന്നെ ഇന്ത്യയിൽ വലിയ പ്രളയങ്ങൾ ഉണ്ടായപ്പോഴും, അതുപോലെ കേരളത്തിൽ കവളപ്പാറ പോലെയുള്ള ദുരന്തങ്ങളും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച രക്ഷാദൗത്യ സംഘാംഗമായിരുന്നു രഞ്ജിത്ത് ഇസ്രയേൽ. മാത്രമല്ല ഉത്തരാഖണ്ഡിലെ മഞ്ഞുമലയിടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തത്തിലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ നവംബറിൽ ഉത്തരാഖണ്ഡിലെ ചാർധാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ 40 തൊഴിലാളികളെ രക്ഷിക്കാനുള്ള അതീവ സാഹസികമായ ദൗത്യത്തിലും ഈ രഞ്ജിത്ത് ഇസ്രയേൽ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കവളപ്പാറ, പെട്ടിമുടി ഈ ദുരന്തത്തിലും 2018 കേരളം കണ്ട ഏറ്റവും ഭീകരമായ പ്രളയ ദുരന്തത്തിലും ഒക്കെ തന്നെ രഞ്ജിത്ത് രക്ഷാപ്രവർത്തനവുമായി വന്നിരുന്നു. ഇപ്പോൾ വോളണ്ടറി ആയിട്ട് തന്നെ രഞ്ജിത്ത് ഈ ഷിരൂരിലെ ദൗത്യം ഏറ്റെടുത്തിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയോ മണിക്കൂറുകളായി ഭക്ഷണം പോലും കഴിക്കാതെ രഞ്ജിത്തിനെ പോലെയുള്ള ദൗത്യ സംഘാംഗങ്ങൾ അവിടെ പ്രവർത്തിക്കുകയാണ്. ഇന്ന് വളരെ നിരാശപ്പെടുന്ന ഫലമാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. രക്ഷാപ്രവർത്തന മേഖലയിൽ കാലതാമസമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാവിലെ ഈ ദുരന്തഭൂമി സന്ദർശിച്ചതിന് ശേഷം പറയുകയുണ്ടായി. നിങ്ങൾക്കറിയുന്നത് പോലെ സാധാരണഗതിയിൽ ലോറിയിൽ പോകുന്ന ആളുകൾ വിശ്രമിക്കുന്ന ഒരു ഇടത്താവളമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ ഷിരൂർ. അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഷിരൂരിൽ വിശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഈ അർജുൻ ലോറിയിൽ വിശ്രമിക്കുകയായിരുന്നു എന്നൊരു നിഗമനത്തിലാണ് നമ്മളിപ്പോൾ. അപ്പോഴാണ് ഈ ഒരു വലിയ മല മണ്ണായി ഇടിഞ്ഞ് ഏതാണ്ട് ഒരു 100 മീറ്ററോളം ഉയരത്തിൽ അവിടെ വന്നിറങ്ങി. ഈ ചായക്കട തന്നെ അപ്രത്യക്ഷമായി. 10 മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിരുന്നു. ഇപ്പോൾ 3 പേരെ കാണാനില്ല. അതിൽ 2 പേർ കർണാടകത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അതിലൊന്ന് നമ്മുടെ കോഴിക്കോട്ടെ അർജുനുമാണ്. എന്തായാലും ഈ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്.